അമ്മായി എവിടേക്കാ? നാത്തൂനെ ബസ് കയറ്റാൻ പോവായിരുന്നു. അങ്ങോട്ട് വരാത്തതില് വിഷമം തോന്നരുത്. ഹേയ്, വിഷമമൊന്നുമില്ല. ഉള്ളത് പറയാലോ. സത്യത്തിൽ ഈ സൂക്കേടെന്ന് പറഞ്ഞാ വലിയ പേടിയാ. എനിക്കും പേടിയായിരുന്നു, ഇപ്പം മാറി. എന്തായാലും മറ്റാർക്കും വരാതെ പോയത് ഈശ്വരാധീനമായി. പോട്ടെ മോളെ, ഞങ്ങള് വരട്ടെ. ആ എടി പെണ്ണെ, കുഞ്ഞിന്റെ കൂടെ നിക്കണം കേട്ടോ. നടക്കുവാനെ. എത്ര ഐശ്വര്യമുള്ള കൊച്ചാ, അതിന്റെ തലവിധി ഇങ്ങനെ ആയിപ്പോയല്ലോ. അതെന്താ? പെണ്ണായി ഭൂമിയിൽ ജനിച്ച ഒരാൺതുണ വേണം, അത് അതിന് വിധിച്ചിട്ടില്ല. അമ്മ, എനിക്ക് മൂത്രം ഒഴിക്കണം. മോണിഞ്ഞു വാ, ഇവിടെ ഇരിക്കേ. അല്ല, അവര് കല്യാണം കഴിച്ചിട്ടില്ലേ? ഓ, ആ കഥ പറയാതിരിക്കുക നല്ലത്. ചെറുപ്പത്തിലേ അമ്മ മരിച്ചു. ഏക ആശ്രയം അച്ഛനായിരുന്നു. അച്ഛനാണെങ്കിലോ ഓളെന്ന് പറഞ്ഞ അങ്ങ് ജീവനാ. കൊറേ സംബന്ധക്കാർ വന്നു, എല്ലാരും അങ്ങ് ഒഴിഞ്ഞു മാറി. അതെന്താ? ചൊവ്വാദോഷം. അയ്യോ, കഷ്ടം. പിന്നെ കർമ്മത്തിൽ വിശ്വസിക്കാത്ത കുറെ ചെറുപ്പക്കാർ പിള്ളേർ വന്നു. അവന്മാർക്ക് കല്യാണം കഴിച്ചാ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോകണം. അതിന് ജീവൻ പോയാൽ തന്ത സമ്മതിക്കില്ല. പൂജയും ഉപവാസവും അച്ഛന്റെ ചിറ്റായ്മയും നോക്കി ആ കൊച്ചിന്റെ കാലം അങ്ങ് കഴിഞ്ഞു. ഓരോരുത്തരുടെ തലവിധി. പട്ടി മുണ്ടും കൊണ്ടുപോയി വീട്ടിൽ ചെല്ലുമ്പോ അപ്പൊ എന്നെ തല്ലും. മുണ്ടുകാ പട്ടി. എന്താ ചാർലി? പട്ടി. എവിടെ? ഒരു പട്ടി. എവിടെ പട്ടി? ഒരു പട്ടി എന്റെ കൂടെ വന്നതാ. എന്താ വന്നത്? അമ്മ പറഞ്ഞു 3 രൂപ തരാൻ, ഇല്ലെങ്കിൽ 4 രൂപ തരാൻ പറഞ്ഞു. ഞാനോ ചാർലിക്ക് 2 ഉണ്ണിയപ്പം എടുത്തു കൊടുക്ക്. വലിയ പാടുകളുണ്ടോ ജാനു? അത്ര വലിയ പാടൊന്നും കാണുന്നില്ല.
മാധവേട്ടനൊരു കത്തുണ്ട്. എന്താ വിശേഷം? നാട്ടിൽ നിന്നുള്ള കത്താണ്. തിരിച്ചു ചെല്ലാൻ. എടി പെണ്ണെ, ഈ ഗ്രാമത്തിൽ എനിക്കൊന്നുമില്ല. എനിക്ക് ആകെയുള്ള സന്തോഷം നീ മാത്രമാണ്. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാനിവിടെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നേ നാടുവിട്ടേനെ. അച്ഛന്റെ ഗൗരവം, ചെറിയമ്മയുടെ ശകാരം എനിക്ക് മടുത്തു തങ്കമണി. ഞാനിന്ന് അമ്മയുടെ വീട്ടിൽ പോകുന്നു. എനിക്ക് എന്റെ അമ്മയെ കാണണം. ഏയ്, എന്താ മുഖം പാടിയത്? ഞാൻ പോകുന്നതിനുള്ള വിഷമാണോ? ഞാൻ നാളെ രാവിലത്തെ ബസ്സിൽ തന്നെ മടങ്ങിയെത്തും. മാധവൻകുട്ടി പോയ ആഴ്ചക്കന് വീട്ടിലേക്ക് അയക്കാൻ പെട്ട പാട്. അവന്റെ തള്ളയ്ക്ക് കുറെ അരിയും നാളികേരും കിട്ടും. മടിക്കണ്ടെന്ന് വലിച്ചാൽ ക്ഷീണമാ. എന്താ എന്ത് പറ്റി തങ്കമണി? മാധവേട്ടോ, നമ്മുടെ നളിനി കിണറ്റിൽ ചാടി മരിച്ചു. നഷ്ടപ്പെട്ട വർഷങ്ങളുടെ കണക്കെടുക്കാൻ ഞാൻ ബാക്കിയുണ്ട്. ഞാൻ നാട്ടിലുണ്ടെങ്കിലും എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നെ പരിഹസിച്ചവരോട് പകരം ചോദിക്കാൻ എന്റെ കരങ്ങൾക്ക് കഴിവില്ലായിരുന്നു. പ്രിയപ്പെട്ട നളിനി, നിന്റെ മരണം എന്നെ ദുഃഖിപ്പിക്കുന്നില്ല. ലക്ഷ്യമില്ലാത്ത യാത്രയിൽ തളർന്നു വീണ എനിക്ക് ആശ്രയം തന്ന ഭാർഗവേട്ടത്തിക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അച്ഛന്റെ കത്തെനിക്ക് പ്രചോദനമല്ല, എങ്കിലും ഞാൻ വരുന്നു എന്റെ ഗ്രാമത്തിലേക്ക് എന്നെ കാത്തിരിക്കുന്നവരെ കാണാൻ. എന്തും തീരുമാനിക്കാനുള്ള അധികാരം മാധവൻകുട്ടിക്കാണ്. ഞാനത് അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ വെളിച്ചമില്ലായിരുന്നു. വീണ്ടും ഇരുട്ടാക്കരുതെന്ന് അപേക്ഷയുണ്ട്.